ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക്. സിനിമകളുടെ വ്യാജ പതിപ്പിറക്കുന്ന കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ജെബ് സ്റ്റീഫൻ രാജ് പൈറസി സംഘത്തിലെ മുഖ്യ കണ്ണിയെന്ന് പോലീസ്. സിനിമകൾ പ്രചരിപ്പിച്ച പണം സമ്പാദിച്ചത് ടെലഗ്രാം ആപ്പിലൂടെയെന്നും കണ്ടെത്തൽ. പ്രതിയെ പോലീസ് 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. സഹിൻ ആന്റണി ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സഹിൻ, ഈ പ്രതിയെ 5 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നത്. എന്തൊക്കെയാണ് ചോദിച്ചറിയാൻ കൂടുതൽ സാധ്യത? വിശദാംശങ്ങൾ. വീണ, അതായത് നിർമ്മാതാവ് സുപ്രിയയുടെ പരാതിയിലാണ് ജെബ് സ്റ്റീഫൻ രാജിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ തമിഴ് റോക്കേഴ്സ് എന്ന് പറയുന്ന സിനിമ പൈറസി സംഘത്തിലെ മുഖ്യ കണ്ണിയാണെന്ന് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മധുര കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല, ഇവർ 12 പേരടങ്ങുന്ന സംഘമാണ് ഇത്തരത്തിൽ ഇപ്പോൾ പിടിയിലായിരിക്കുന്നതും. ഇവർ 12 പേരടങ്ങുന്ന സംഘമാണ് ഈ സിനിമ പൈറസിക്ക് പുറകിലുണ്ടായതെന്ന് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിലെ മുഖ്യ കണ്ണിയായ ജെബ് സ്റ്റീഫൻ രാജിനെ 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവർ പ്രധാനമായും തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തിയേറ്ററുകളായിരുന്നു ഈ സിനിമകൾ മൊബൈൽ ഫോണിൽ പകർത്തുന്നതിനായി തെരഞ്ഞെടുത്തുകൊണ്ടിരുന്നത്. അവസാന റോ, അതായത് ഒരു തിയേറ്ററിലെ അവസാന റോയിലെ മുഴുവൻ സീറ്റുകളും ബുക്ക് ചെയ്ത് അവിടെ ഇരുന്നു കൊണ്ടായിരുന്നു ഇവർ 4 or 5 പേരടങ്ങുന്ന സംഘം സിനിമകൾ ഷൂട്ട് ചെയ്യുന്നത്. എന്തായാലും ഇയാളെ പിടിയിലായതോടുകൂടി തന്നെ കൂടുതൽ കാര്യങ്ങൾ പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ടെലഗ്രാം എന്ന് പറയുന്ന ആപ്പ് വഴിയായിരുന്നു ഇവർ സിനിമകൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ എത്തിക്കുകയും അതുവഴി പണം സമ്പാദിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. മാത്രമല്ല, ഫിലിപ്പൈൻസ്, സിംഗപ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെ സാറ്റലൈറ്റുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇവർ നമ്മുടെ നാട്ടിൽ നിന്നും ഈ സിനിമകൾ ആപ്പുകളിലേക്ക് എത്തിക്കുന്നതെന്നും പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വീണ. ശരി, സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത്.